ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്തോയ്സ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് കോങ്കോ റിവർ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അടൽ സേതു ബ്രിഡ്ജ്, ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് റെഫറൻസസ്, GM മസ്റ്റാർഡ്, ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻസ്, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് പാപ്പുവ ന്യൂഗിനി. നമുക്ക് വൺ ബൈ വൺ ഓരോ ന്യൂസിലേക്ക് പോവാം. സോ നമ്മുടെ ഫസ്റ്റ് ന്യൂസ് കോങ്കോ റിവർ. സോ എന്തുകൊണ്ട് ന്യൂസിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോങ്കോ റിവറിൽ ഫ്ലഡ്സ്, അതിനോടനുബന്ധിച്ച് വെള്ളപ്പൊക്കം ഉണ്ടായി. അതിനോടനുബന്ധിച്ച് തന്നെയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം കാഷ്വാലിറ്റീസ് ഒക്കെ റിപ്പോർട്ടഡ് കാഷ്വാലിറ്റീസ് 300-ലധികം ഉണ്ടായിട്ടുണ്ട് കിൻഷാസ, ബ്രാസീലിൽ, അങ്ങനത്തെ സിറ്റീസിലൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ന്യൂസിനോടനുബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, ഈ കോങ്കോ റിവർ എവിടെയാണ്, അതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ എങ്ങനെ, ഡ്രെയിനേജ് ഏരിയ എങ്ങനെ. ഇപ്പം ഇന്ത്യൻ ഡ്രെയിനേജിൻ്റെ അകത്ത് നമ്മൾ ഇന്ത്യൻ റിവേഴ്സ് പഠിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോഗ്രഫിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേൾഡ് റിവേഴ്സിൻ്റെ, അത് ഇതിൽ ഏതൊക്കെ രാജ്യങ്ങളിലൂടെയാണ് പോകുന്നത്, ഏത് സീയിലോട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഏത് ഓഷ്യനിലോട്ടാണ് അത് ഡ്രെയിൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ സിറ്റീസിൻ്റെ തീരങ്ങളിലൂടെയാണ് അത് പോകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജനറൽ ആയിട്ടുള്ള അറിഞ്ഞിരിക്കണം, എസ്പെഷ്യലി സിൻസ് ന്യൂസിൽ വന്ന സ്ഥിതിക്കും കൂടെ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. കോങ്കോ റിവർ, എ റിവർ ഇൻ ദ വെസ്റ്റ് സെൻട്രൽ ആഫ്രിക്ക with a length of 2,900 miles or 4,700 kilometers. It is the continent's second longest river after the Nile. It rises in the highlands of northeastern Zambia. പിന്നെ it drains into the Atlantic Ocean in the Democratic Republic of Congo. അപ്പോൾ ഈ കോങ്കോ റിവറിൻ്റെ തന്നെ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കുക, രണ്ട് കോങ്കോസിനെയും, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോസിനെയും കോങ്കോ റിപ്പബ്ലിക്കിനെ ഡിവൈഡ് ചെയ്ത് പോകുന്നതാണ്. കിൻഷാസ, ബ്രാസീലിലൊക്കെ ഇതിൻ്റെ തീരങ്ങളിലാണ് രണ്ട് കൺട്രീസിൻ്റെ ക്യാപിറ്റൽ. അതുപോലെ തന്നെ നമ്മുടെ അറ്റ്ലാന്റിക് ഓഷ്യൻ, സദേൺ അറ്റ്ലാന്റിക് ഓഷ്യനിലോട്ടാണ് ഇത് ഡ്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതെവിടെയാണ് ഇതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ, ഡ്രെയിനേജ് ഏരിയ, പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ആഫ്രിക്കയിലാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ ഡ്രൗട്ട്, മറ്റേ സൈഡിൽ ഫ്ലഡ്, അങ്ങനെ ഒരു ക്ലൈമറ്റ് കറ്റാസ്ട്രോഫി ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺസും കാര്യങ്ങളും ഒക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഇത് വന്നിരുന്ന ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അത് വന്നിരുന്ന ഒരു പിക്ചറാണ്. People using makeshift boats in Kinshasa, Democratic Republic of Congo, Thursday. The Congo River has risen to its highest level in more than 60 years. ഒരു 60 years-ഉള്ള ഏറ്റവും വലിയ ഫ്ലഡാണ്, causing floods across the Democratic Republic of Congo and the Congo Republic, killing more than 300 people. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ എങ്ങനെയാണ് ഇതെന്നുള്ളത് നിങ്ങൾ മാപ്പിൽ ഒന്ന് നോക്കി അത് പഠിച്ചു വെക്കുക. ഇതാണ്, ഇവിടെ വന്നാണ് അത് ഡ്രെയിൻ ചെയ്യുന്നത് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷ്യനിൽ. അത് ഇവിടുന്ന് ഈ ഹൈലാൻഡ്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആഫ്രിക്കയിലുള്ള ഇമ്പോർട്ടൻറ്റ് റിവേഴ്സിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ലേക്സിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, പൊസിഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുപോലെ ഒത്തിരി റാപ്പിഡ്സ്, വാട്ടർഫോൾസ് ഒക്കെ ഉള്ള ഒരു നദിയും കൂടെയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ റിപ്പബ്ലിക് ഓഫ് കോങ്കോ, അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ബ്രാസീൽ, കിൻഷാസ, എന്താണ് ആ രണ്ട് കൺട്രീസിൻ്റെ ക്യാപിറ്റലൊക്കെ. അപ്പം അതിനെയൊക്കെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒഴുകുന്ന ഒരു നദിയാണ്. ഇക്വേറ്ററിനെ 2 പ്രാവശ്യം ക്രോസ് ചെയ്ത് പോകുന്ന ഒരു നദിയാണ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. അത് ഇങ്ങനെ ഒരു യു ഷേപ്പിൽ വന്ന് പോകുന്ന നദിയാണ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്ലഡൊക്കെ ഉണ്ടായി, കുറച്ചധികം കാഷ്വാലിറ്റീസ് ഒക്കെ ഉണ്ടായി. അപ്പോൾ ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം പുവർ അർബൻ പ്ലാനിംഗ് ആൻഡ് വീക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഹാവ് മെയ്ഡ് സം ആഫ്രിക്കൻ കൺട്രീസ് വൾണറബിൾ ടു ഫ്ലാഷ് ഫ്ലഡ്സ് ആഫ്റ്റർ ഇൻറ്റൻസ് റെയിൻസ് വിച്ച് ഹാവ് ബിക്കം മോർ ഫ്രീക്വന്റ് ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച്. നമുക്കാണെന്നുണ്ടെങ്കിലും അറിയാം, ഈ പറഞ്ഞ പോലെ ഇംപ്രോപ്പർ ആയിട്ടുള്ള അർബനൈസേഷൻ, പ്ലാനിങ് ഇല്ലാതെയുള്ള, അത് ആഫ്രിക്കൻ സിറ്റീസിൻ്റെ മാത്രം പ്രത്യേകതയല്ല, ലോകത്തെല്ലായിടത്തും ഉള്ള. നമുക്കാണെന്നുണ്ടെങ്കിൽ ചെന്നൈ ഫ്ലഡ്സ്, അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റീസൊക്കെ ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ടും ഈ പറഞ്ഞ പോലെ ഫ്ലഡ് പ്രോൺ ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ വെള്ളം, അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്ക്, ഇപ്പം തിരുവനന്തപുരം ആണെന്നുണ്ടെങ്കിലും എറണാകുളം ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ ഇത് ഇൻ ജനറൽ ഇത് എല്ലാ നഗരങ്ങൾക്കും ബാധകമാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ന്യൂസ്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. സോ എന്തുകൊണ്ടാണ് ന്യൂസിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേൽ ഇപ്പോൾ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങളും അതിനോടനുബന്ധിച്ച് കുട്ടികൾക്ക് നേരെയും കുട്ടികളും സ്ത്രീകളും ഒക്കെ കൊല്ലപ്പെടുന്നതും അങ്ങനത്തെ അട്രോസിറ്റീസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സൗത്ത് ആഫ്രിക്ക ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഇസ്രായേലിനെതിരെയാണെന്നുണ്ടെങ്കിൽ ഒരു
ഒരു ഇത് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, എന്താണ് അവരുടെ മാൻഡേറ്റ്, ഇന്ത്യ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ മെമ്പറാണോ, അങ്ങനത്തെ കാര്യങ്ങൾ, ഇനി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ വിധി എല്ലാ കൺട്രീസിനും ബാധകമാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. സോ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ജുഡീഷ്യൽ ഓർഗൻ ഓഫ് ദി UN, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് പീസ് പാലസ്, നെതർലൻഡ്സിലുള്ള പീസ് പാലസ്, ഹേഗിലുള്ള പീസ് പാലസിലാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നെ ഇതാണ് ഓർത്തിരിക്കേണ്ടത്, ഇറ്റ് സെറ്റിൽ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ആൻഡ് ഗീവ്സ് അഡ്വൈസറി ഒപ്പീനിയൻ ഇൻ അക്കോർഡൻസ് വിത്ത് ഇന്റർനാഷണൽ ലോ. എന്താണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ മാൻഡേറ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അൺലൈക്ക് UN അതർ UN ഓർഗൻസ്, നോ ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ്സ് ബട്ട് ഇൻഡിപെൻഡന്റ് ജഡ്ജസ്. അപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജഡ്ജസ് ആണ്, ഒരു ഇന്ത്യൻ ജഡ്ജൊക്കെ ഉണ്ട് ആസ് ഓഫ് നൗ. അപ്പോൾ എന്താണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, എന്താണ് അവരുടെ മാൻഡേറ്റ്, ആരെയാണ്, രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് ആണ് ചെയ്യുന്നത്, വ്യക്തികളെ വിചാരണ ചെയ്യാൻ പറ്റില്ല, വ്യക്തികളെ വിചാരണ ചെയ്യുന്നത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുക. ജഡ്ജ്മെന്റ് ഓഫ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇസ് ഫൈനൽ, ബൈൻഡിങ് ഓൺ ദ പാർട്ടീസ് ആൻഡ് ദർ ഈസ് നോ പ്രൊവിഷൻ ഫോർ അപ്പീൽ. ഈ കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ എന്തുകൊണ്ട് സൗത്ത് ആഫ്രിക്ക എന്നുള്ളതിൻ്റെ അകത്ത് ചോദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഒരു അപ്പാർത്തൈഡ്, അതിൻ്റെ ഒരു ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്നത് ഗാസയിലും നടക്കുന്നതൊക്കെ ഒരു ജിനോസൈഡാണ്. അതൊക്കെയാണ് സൗത്ത് ആഫ്രിക്കയുടെ വാദങ്ങൾ. സോ ആദ്യത്തെ 2 ദിവസമൊക്കെ വാദങ്ങളൊക്കെ ആയിരിക്കും. എനിവേ നമുക്കിതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അറിയില്ല. ഹോപ്പ്ഫുള്ളി അവിടെ പെട്ടെന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ സീസ് ഫയർ ഒക്കെ വരുന്നതാണ്, വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അതുപോലെ തന്നെ നിങ്ങളൊരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ അറിഞ്ഞിരിക്കണം. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പോലെ തന്നെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്താണ്, ഈ വാർ ക്രൈംസ് അങ്ങനത്തെ ഇൻഡിവിജ്വൽസിനെയൊക്കെ ട്രയൽ ചെയ്യാൻ പറ്റുന്ന, വിചാരണ ചെയ്യാൻ പറ്റുന്നതാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. അതുപോലെ തന്നെ പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ, ഇന്റർനാഷണൽ ട്രൈബ്യൂണൽ ഫോർ ദ ലോ ഓഫ് സീസ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ മാൻഡേറ്റ് എന്താണ്, ഇന്ത്യ ഇതിൽ ഏതിൻ്റെ അകത്തൊക്കെ മെമ്പറാണ്. ഇപ്പം ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ മെമ്പറാണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ ഇന്ത്യ മെമ്പറാണോ, പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷനിൽ ഇന്ത്യ മെമ്പറാണോ, ഇന്റർനാഷണൽ ട്രൈബ്യൂണൽ ഫോർ ലോ ഓഫ് സീൽ ഇന്ത്യ മെമ്പറാണോ, ഇത് ഓരോന്നിൻ്റെയും മാൻഡേറ്റ്സ് എങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ മൾട്ടിനാഷണൽ കമ്പനീസും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും തമ്മിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ടസ്സിൽ വരുവാണെന്നുണ്ടെങ്കിൽ അത് ഏത് കോർട്ടിലാണ് പോകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ പേരൊന്നും ഓർത്തില്ലെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ ജഡ്ജസിൻ്റെ അകത്ത് ഒരു ഇന്ത്യൻ ജഡ്ജുണ്ട്, ജഡ്ജ് ദൽവീർ ഭണ്ഡാരി. അദ്ദേഹം ബോംബെ ഹൈക്കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസ് ഒക്കെ ആയിരുന്നു, സുപ്രീം കോടതി ജഡ്ജായിരുന്നു. അദ്ദേഹം ഇപ്പം 2ാമത്തെ ടേമും കിട്ടിയിട്ടുണ്ട്. 2012-13 ആ ടൈം മുതൽ അദ്ദേഹം ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ജഡ്ജാണ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പം ഇതെല്ലാം വായിക്കാൻ ശ്രമിക്കുക കേട്ടോ, വായിക്കണം എന്താണെന്നുണ്ടെങ്കിൽ. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ, ഇന്റർനാഷണൽ ട്രൈബ്യൂണൽ ഫോർ ലോ ഓഫ് സീസ്. അടുത്തത് അദൽ സേതു. എന്താണ് ന്യൂസിൽ വന്നതെന്ന് പറഞ്ഞാൽ, ഇത് എല്ലാ ന്യൂസ് പേപ്പേഴ്സിൻ്റെ അകത്തും തന്നെ ഉണ്ടായിരുന്നു. ഇന്ത്യസ് ലോങ്സ്റ്റ് സീ ബ്രിഡ്ജ് ഓപ്പൺസ് ടുഡേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സീ ബ്രിഡ്ജ്, 22 കിലോമീറ്ററോളം വരുന്ന സീ ബ്രിഡ്ജ് ഇന്ന് പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കുക. എവിടെയാണെന്ന് പറഞ്ഞാൽ മുംബൈ, നവി മുംബൈ ഇവിടെ കണക്ട് ചെയ്തുകൊണ്ട് വരുന്നതാണ്. ഇതിൻ്റെ മുഴുവൻ പേര് അടൽ ബിഹാരി വാജ്പേയി സേവാരി നവാ സേവ അദൽ സേതു എന്നാണ്. അപ്പോൾ ഇൻ ഷോർട്ട് അടൽ സേതു ബ്രിഡ്ജ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഒരു വലിയൊരു മെഗാ പ്രൊജക്റ്റ് ആയിരുന്നു, 21,200 കോടി, 21,200 crore പ്രൊജക്റ്റ് ആയിരുന്നു. നമ്മുടെ ജാപ്പനീസ് ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ഏജൻസിയുടെ ലോണൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ജാപ്പനീസ് ടെക്നോളജി ഒക്കെയാണ് അതിൻ്റെ അകത്ത് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വലിയൊരു മെഗാ പ്രൊജക്റ്റ് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ട്രാഫിക് കൺജക്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറയ്ക്കുന്നതിനും കണക്ടിവിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂട്ടുന്നതിനും ഒക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എക്സിക്യൂട്ട് ചെയ്ത് മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റിയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കും. ഇത് കുറച്ചധികം നാളുകളായിട്ട് ഇതിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു വലിയ മൾട്ടി പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ 2016 വർക്ക് തുടങ്ങിയത് 2018 ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഇത് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്കും പെർ കമ്മ്യൂട്ടിന് തന്നെ ടോള് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ എവിടെയാണ് എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കുക. 22 കിലോമീറ്റർ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്, ദ 6-lane ബ്രിഡ്ജ് വിച്ച് സ്റ്റാർട്ട്സ് അറ്റ് സേവറി ഇൻ സൗത്ത് മുംബൈ, ക്രോസസ് താനെ ക്രീക്ക് ആൻഡ് എൻസ് ഇൻ ചിർല ഇൻ നവി മുംബൈ. ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതൊരു 22 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് ഈ പറഞ്ഞതുപോലെ ഒരു വലിയ
വലിയൊരു സ്ട്രക്ചറാണ് ഇത്. നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു വാസ്റ്റ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ONGCയുടെ ഒക്കെ അടുത്താണ്. അപ്പോൾ വളരെ കെയർഫുൾ ആയിട്ടായിരുന്നു ഇവർ ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ. കാരണം ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓയിൽ പൈപ്പ് ലൈൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് തന്നെയായിരുന്നു. ഒരു വലിയൊരു കോടികൾ മുടക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷനാണ് ഇന്ന്. ആ കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ട്രംപ് ഗവൺമെൻറ്റിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിരുന്നു, ഇന്ത്യക്കാണെന്നുണ്ടെങ്കിൽ ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസിൻ്റെ ബെനിഫിറ്റ് നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു. സോ ഇപ്പോൾ എന്താണ് ന്യൂസിൽ വന്ന് പറഞ്ഞാൽ, India-US ട്രേഡ് പോളിസി മീറ്റിംഗ് സ്റ്റാർട്ട്സ് ടുഡേ, ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ്, ലാപ്ടോപ്പ് ഇമ്പോർട്ട് മോണിറ്ററിംഗ് സിസ്റ്റം ഓൺ ടേബിൾ. സോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഈ ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ് 2009 ഇന്ത്യക്ക് അതിൻ്റെ പ്രിവിലേജസ് ഒക്കെ കളഞ്ഞു. അപ്പോൾ എന്തായിരുന്നു ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ്, എന്തായിരുന്നു അതുകൊണ്ട് ഇന്ത്യക്ക് കിട്ടിയിരുന്ന ഗുണങ്ങൾ, അതിന് പോയതിനു ശേഷം ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അത് അറിഞ്ഞിരിക്കുക. US ട്രേഡ് പ്രിഫറൻസ് പ്രോഗ്രാമാണ് ബേസിക്കലി ഒരു പ്രിഫറൻഷ്യൽ ട്രേഡ് സാധനമാണ് ഈ ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസിൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ. So generalized system of preference provide opportunities for many of the world's poorest countries to use to trade to grow their economies and climb out of poverty. Generalized system of preferences is the largest and oldest US trade preference program. Established by the Trade Act of 1974, generalized system of preferences promotes economic development by eliminating duties on thousands of products when imported from one of the 119 designated beneficiary countries and territories. സോ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു സാധനമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഹാൻഡ്ലൂംസ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ ഡ്യൂട്ടി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നില്ല് അല്ലെന്നുണ്ടെങ്കിൽ വളരെ മിനിമലായിരുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ അവിടെ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൂടുതലെത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ത്യ അതിൻ്റെ ഈ ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസിൻ്റെ പ്രിവിലേജിൽ നിന്ന് എടുത്തു കളഞ്ഞപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ സാധനങ്ങൾ ഇറക്കുമ്പോഴത്തേക്കും അതിൻ്റെ ടാക്സ് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇപ്പോഴും ഈ ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് കിടക്കുന്ന കൺട്രീസ് ഉണ്ട്, നമ്മുടെ ബംഗ്ലാദേശ് പോലെ, വിയറ്റ്നാം പോലെ. സോ അവിടുന്ന് വരുന്ന സിമിലർ പ്രൊഡക്ട്സിനാണെന്നുണ്ടെങ്കിൽ അവിടെ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് പോകും. അപ്പോൾ സോ അവർക്ക് ബെറ്റർ മാർക്കറ്റ് കിട്ടും. ഇന്ത്യൻ പ്രൊഡക്ട്സ് പുറമെ തള്ളപ്പെടാനുള്ള സാധ്യതയുണ്ട്, മീൻസ് ബാക്കിലോട്ട് ആകാനുള്ള സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ഓർക്കുക. അവിടുത്തെ ഗവൺമെൻറ് ചേഞ്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജനറലൈസ് സിസ്റ്റം ഓഫ് പ്രിഫറൻസിൻ്റെ അത് വീണ്ടും ഇന്ത്യക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുമെന്നായിരുന്നു കരുതിയിരുന്നത്. അസ് ഓഫ് നൗ കിട്ടിയിട്ടില്ല. സോ ഇപ്പോൾ ഒരു ട്രേഡ് പോളിസി മീറ്റിംഗ് നടക്കുന്നതുകൊണ്ട് തന്നെ കിട്ടാൻ സാധ്യത കുറവാണ്. എനിവേ, അപ്പോൾ എന്താണ് ജനറലൈസ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ്, എന്താണ് ഈ പറഞ്ഞ പോലെ പ്രിഫറൻഷ്യൽ ട്രേഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. Before GSP was removed, India was the biggest beneficiary of the GSP regime and accounted for over a quarter of the goods that got duty-free access into the US in 2017. 2019 എടുത്ത് കളഞ്ഞത്. അതിന് മുമ്പ് 2017 ഈ പറഞ്ഞ പോലെ തന്നെ ആകെ GSPയുടെ ബെനിഫിറ്റ്സ് കിട്ടുന്ന പ്രൊഡക്ട്സിൻ്റെ ഒരു ക്വാർട്ടറും 1/4 ഇന്ത്യൻ പ്രൊഡക്ട്സ് ആയിരുന്നു. കൂടുതലും ഹാൻഡ്ലൂം അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വരുന്നത്. Before GSP was removed, India was the biggest beneficiary of the GSP regime. The idea of granting developing countries preferential tariff rates in the markets of the industrialized countries was originally presented at the United Nations Conference on Trade and Development. അപ്പോൾ എന്താണ് ഈ UNCTAD, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇതും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, എന്താണെന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കുക. 2019 ഇന്ത്യക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് നഷ്ടപ്പെട്ടത്. ട്രംപ് ഗവൺമെൻറ് ആയിരുന്നു അന്ന് അധികാരത്തിൽ. ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതെന്താണെന്നും കൂടെ ഒന്ന് നിങ്ങൾ നോക്കി വെക്കുക. അടുത്തത് ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻസ്. നമുക്കറിയാം, റീസെൻ്റ്ലി ആണെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശിലെ ഇലക്ഷൻസ് നടന്നു. ഷെയ്ഖ് ഹസീന ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വന്നു. കോൺസിക്യൂട്ടീവ്ലി 4ാമത്തെ പ്രാവശ്യമാണ് വന്നത്. അപ്പോൾ സോ അതുകൊണ്ട് ഇന്ത്യ എന്തുകൊണ്ടാണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻസ്, അതിൻ്റെ പോസിബിലിറ്റീസ്, അതിൻ്റെ ചലഞ്ചസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ തന്നെ ബംഗ്ലാദേശ് ലിബറേഷൻ വാർ, അതിനുശേഷം ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ അവാമി ലീവാണ് അവിടെ വന്നത്. ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ മകളാണ് ഇപ്പോഴത്തെ PM ആയിട്ടുള്ള ഷെയ്ഖ് ഹസീന. സോ ഇന്ത്യയുമായിട്ട് വളരെ കോഡിയലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഷെയ്ഖ് ഹസീന മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ എസ്പെഷ്യലി ഇന്ത്യക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺഗോയിങ് ടെൻഷൻ വിത്ത് ചൈന ആൻഡ് പാകിസ്ഥാൻ, അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ബംഗ്ലാദേശുമായിട്ട് ഒരു നല്ല റിലേഷൻസിൽ പോകുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇത്തവണത്തെ ബംഗ്ലാദേശ് ഇലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒപ്പോസിഷൻ ബോയ്ക്കോട്ട് ഉണ്ടായിരുന്നു.
അതുപോലെ തന്നെ വോട്ടർ ടേൺ ഔട്ട് വളരെ കുറവായിരുന്നു. നിങ്ങൾ ന്യൂസിൽ കണ്ടു, പോളിംഗ് ഒക്കെ വോട്ടർ ടേൺ ഔട്ട് ഒക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ വെസ്റ്റ് US-ഉം UK-യും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര ട്രാൻസ്പെറന്റ് അല്ല ഇത്തവണത്തെ ഇലക്ഷൻസ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ ആയിരുന്നു ഏറ്റവും ആദ്യം തന്നെ ഷെയ്ഖ് ഹസീന ലെഡ് ഗവൺമെന്റിനെ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നത്. എപ്പോഴും ഇന്ത്യയുമായിട്ടൊരു കോഡിയൽ വാമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയും അവരുടെ ഗവൺമെന്റുമാണ്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ബംഗ്ലാദേശ് ലിബറേഷൻ വാർ, അതിനുശേഷം ഷെയ്ഖ് മുജീബുർ റഹ്മാൻ അവിടെ വരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ 2008, 2007 ആ സമയങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ടസിലുണ്ടായിരുന്നു ധാക്ക ന്യൂഡൽഹി തമ്മിൽ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഒരു വളരെ കോഡിയലായിട്ടുള്ള റിലേഷൻഷിപ്സ് ആയിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഷെയ്ഖ് ഹസീന ലെഡ് ഗവൺമെന്റ് ബംഗ്ലാദേശിൽ വരുമ്പോൾ, അവാമി ലീഗ് ഗവൺമെന്റ് ബംഗ്ലാദേശിൽ വരുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ ഇലക്ഷൻസിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്പെറൻസിയുടെ കുറവ് വെസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഒരു ഒതോറിറ്റേറിയൻ റെജീം ആകാൻ അവിടെ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയൊക്കെയുള്ള ഒരു അലിഗേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട്. സോ അപ്പോൾ ഈ ആർട്ടിക്കിൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചിരിക്കുക. അടുത്തത് GM മസ്റ്റാർഡാണ്. നമുക്കറിയാം ഈ പറഞ്ഞതുപോലെ തന്നെ BT കോട്ടന് ശേഷം ആദ്യത്തെ ഫുഡ് പ്രൊഡക്റ്റ് ആയിട്ട് BT കോട്ടൺ ആണെന്നുണ്ടെങ്കിൽ ഒരു അഗ്രി പ്രൊഡക്റ്റ് ആയിരുന്നു. അതിനുശേഷം ആണെന്നുണ്ടെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള മസ്റ്റാർഡിനാണെന്നുണ്ടെങ്കിൽ എൻവയോൺമെന്റൽ ക്ലിയറൻസ് ഒക്കെ കൊടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷെ അതിനെതിരെ സുപ്രീം കോർട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സുപ്രീം കോർട്ട് റീസെൻ്റ്ലി ആണെന്നുണ്ടെങ്കിൽ സെൻട്രലിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി ഈ പറഞ്ഞതുപോലെയുള്ള എല്ലാ ആൾക്കാരുടെ എല്ലാ വിഷമങ്ങളും, അതായത് കൺസേൺസും അഡ്രസ്സ് ചെയ്തിരുന്നോ എന്നുള്ള, ഈ സയൻറ്റിസ്റ്റുകളുടെയും ഒക്കെ കൺസേൺസ് ഒക്കെ അഡ്രസ്സ് ചെയ്തിരുന്നോ. പലരും ഇതിനെതിരെ ഒരു ഡിസെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റിയുടെ അപ്രൂവൽ കിട്ടിയതാണ്. പക്ഷേ എന്നിരുന്നാലും ചിലരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും അതിലൊരു അപ്രിഹെൻഷൻസ്, ഒരു ഭയം ഒക്കെ പറയുന്നുണ്ട്. എസ്പെഷ്യലി ഇത് BT കോട്ടൺ പോലെയല്ല, ഒരു ഫുഡ് ക്രോപ്പും കൂടെ ആയതുകൊണ്ട്. സോ അപ്പോൾ സുപ്രീം കോർട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അടുത്ത് ചോദിച്ചിരുന്നു, ഈ പറഞ്ഞ പോലെ GSC ആൾക്കാരുടെ എല്ലാ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണോ അപ്രൂവൽ കൊടുത്തിരുന്നത്, അങ്ങനെയൊക്കെയാണ് ഇത് ന്യൂസിൽ വരാൻ കാരണം. സോ നമ്മൾ ഇതിൻ്റെ അകത്ത് അറിയേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരാണ് ഇന്ത്യയിൽ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് പ്രൊഡക്ട്സിന് അപ്രൂവൽ കൊടുക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്, ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ജനറ്റിക്കലി മോഡിഫൈഡ് മസ്റ്റാർഡ് അത് എന്താണ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഈ ആൾക്കാർ ഉന്നയിക്കുന്ന കൺസേൺസ് എന്തൊക്കെയാണ്, അതങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. The Genetic Engineering Appraisal Committee, India's apex regulator of genetically modified plants and food products, had earlier approved the environmental release of Dara Mustard Hybrid 11, DMH11, a genetically engineered variant of mustard. അപ്പോൾ അതായത് ഇതിനു മുമ്പ് തന്നെയാണെന്നുണ്ടെങ്കിൽ ക്ലിയറൻസ് കിട്ടിയതാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ സുപ്രീം കോർട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്രിഹെൻഷൻസ് ഒക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫയൽ ചെയ്യുന്നുണ്ടായിരുന്നു. So DMH11 is a hybrid variant of mustard developed by researchers at the Center for Genetic Manipulation of Crop Plants at the University of Delhi. DMH11 is a result of the cross between Indian mustard variety Varuna and East European early Hira 2. അങ്ങനെയാണ് ധാര മസ്റ്റാർഡ് ഹൈബ്രിഡ് 11 എന്നുള്ള പേരൊക്കെ വന്നത്. സോ ഇതിൻ്റെയൊക്കെ അപ്രൂവൽ കൊടുക്കുന്നത് ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റിയാണ്. പണ്ട് അതിൻ്റെ പേര് ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി എന്നായിരുന്നു, പിന്നെ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റിയാക്കി. സോ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇറ്റ് ഫങ്ഷൻസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, MOEFCCയുടെ കീഴിലാണത് ഫങ്ഷൻ ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ റൂൾസ് ഫെയിംഡ് ബൈ ദ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986. അപ്പോൾ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986ന്റെ കീഴിൽ വന്ന റൂൾസ്, ആ റൂൾസിന്റെ അണ്ടറിലുള്ള പ്രൊവിഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ പറഞ്ഞ പോലെ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി രൂപപ്പെട്ടത്. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇതായിരുന്നു നമ്മുടെ DMH11. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ്, അഡ്വാൻറ്റേജസ്, അതുപോലെ എന്താണ് അതിൻ്റെ കൺസേൺസ് എന്നൊക്കെ. ജനറ്റിക്കലി മോഡിഫൈഡ് മസ്റ്റാർഡ് ആഫ്റ്റർ ദ GEAC, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി അപ്രൂവൽ, സീംസ് സെറ്റ് ടു ബി ഇന്ത്യസ് ഫസ്റ്റ് ട്രാൻസ്ജെനിക് ഫുഡ് ക്രോപ്പ്. അപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ നമുക്കുണ്ടായിരുന്ന അനുവാദം ഉണ്ടായിരുന്നതാണെന്ന്
നമ്മുടെ ക്ലിയറൻസ് കിട്ടിയതായിരുന്നു. BT കോട്ടൺ ആയിരുന്നു. അതിനുശേഷം വന്ന ആദ്യത്തെ ഫുഡ് ക്രോപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആൾക്കാർക്ക് അപ്രിഹെൻഷൻസ് ഉണ്ടാകാനുള്ള ഒരു കാരണം കൂടെ. സോ Dara mustard hybrid 11 DMH works on the principle of removing male fertility in one parent and restoring it in the offspring. Who developed it? Scientist ex-DU Vice Chancellor Deepak Pendle developed in 2007. It had been struck in the regulatory process after initial approval in 2017. സോ 2017 ഇനീഷ്യൽ അപ്രൂവൽ കിട്ടിയതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ റെഗുലേറ്ററി ആൾക്കാരുടെ എല്ലാം കൺസേൺസ് അഡ്രസ്സ് ചെയ്യപ്പെടണം. അത് ചെയ്തുകൊണ്ട് മാത്രമേ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷനും കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷനൊക്കെ ചെയ്യാൻ പാടുള്ളൂ. സോ അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഇറ്റ് വുഡ് ബ്രിങ് ബെറ്റർ yields, ലോവർ കോസ്റ്റ് ഫോർ ഫാമേഴ്സ്. അതുപോലെ തന്നെ അതിൻ്റെ കൺസേൺസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ജനറ്റിക്കലി മോഡിഫൈഡ് ജനറ്റിക് എഞ്ചിനീയറിംഗ് പ്രൊഡക്ട്സിലുള്ള കൺസേൺസ് തന്നെ. നമ്മുടെ സീഡ് മോണോപോളീസ്, നമുക്കറിയാം ടെർമിനേറ്റർ ടെക്നോളജിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ബയോസേഫ്റ്റി ഹസാർഡ്സ്, അതുപോലെ തന്നെ ഇറ്റ് മൈറ്റ് കോംപ്രമൈസ് ഫുഡ് സെക്യൂരിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ കൺസേൺസ് ആയിട്ട് ആളുകൾ പറയുന്നത്. സോ അടുത്ത ന്യൂസ് പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് നമ്മൾ ഇന്ന് നോക്കുന്നത് പാപ്പുവ ന്യൂഗിനിയാണ്. എന്താണ് ന്യൂസ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PM ഡിക്ലെയർസ് എമർജൻസി ആഫ്റ്റർ വയലന്റ് പ്രൊട്ടസ്റ്റ്. അപ്പോൾ പാപ്പുവ ന്യൂഗിനിയിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പോലീസും ആൾക്കാരും തമ്മിലൊക്കെ നിങ്ങളൊരു പക്ഷേ വീഡിയോസൊക്കെ കണ്ടിട്ട് കാണും. വളരെ വയലൻ്റ് ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ലൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ എമർജൻസി ഡിക്ലെയർ ചെയ്തു. നമ്മൾ 2 ദിവസം മുമ്പ് കണ്ടതാണ് ഈ പറഞ്ഞ പോലെ ഒരു ജയിലിയാളിൻ്റെ പേരിൽ ലാറ്റിൻ അമേരിക്കൻ കൺട്രി ആയിട്ടുള്ള ഇക്വഡോറിലാണെന്നുണ്ടെങ്കിൽ എമർജൻസി ഡിക്ലെയർ ചെയ്തത്. സോ ഇത് പാപ്പുവ ന്യൂഗിനിയ. അപ്പം നമ്മൾ അറിയേണ്ടത് ഇത് പാപ്പുവ ന്യൂഗിനിയ എവിടെയാണ് എന്നുള്ള കാര്യങ്ങളാണ്. പാപ്പുവ ന്യൂഗിനിയ is a country in Oceania that comprises the eastern half of the island of New Guinea and its offshore islands in Melanesia. It shares its only land border with Indonesia to the west and it's directly adjacent to Australia to the south and Solomon Islands to the east. Its capital, located in its southeastern coast, is Port Moresby. It's the world's 3rd largest island country. അപ്പോൾ അതാണ് അതിൻ്റെ മാപ്പൊക്കെ. നമുക്കറിയാം ഈ പറഞ്ഞ ഓഷ്യനേഷ്യയാണ്, ഓസ്ട്രേലിയയുടെ ഒക്കെ മുകളിലായിട്ടാണ്. ഓസ്ട്രേലിയയുടെ ആയിട്ടൊരു ടോറസ് സ്ട്രൈറ്റ് വഴിയാണ് അത് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ സ്ട്രൈറ്റുകളൊക്കെ എവിടെയാണെന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. നമ്മൾ ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സ്ട്രൈറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സീ റൂട്ടുകളൊക്കെ പഠിച്ചപ്പോഴാണെന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റുകളൊക്കെ ബാബൽ മണ്ടം സ്ട്രൈറ്റ് ഒക്കെ കണ്ടതാണ്. അതുപോലെ തന്നെ ഈ ടോറസ് സ്ട്രൈറ്റ് ആണ് ഓസ്ട്രേലിയയും പാപ്പുവ ന്യൂഗിനിയയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ലാൻഡ് ബോർഡർ. ഈ ഐലൻഡിൻ്റെ ഒരു പാർട്ട് ഇന്തോനേഷ്യയാണ്, ബാക്കി അതിൻ്റെ ഈസ്റ്റേൺ ഹാഫാണ്, റഫ്ലി അതിൻ്റെ ഈസ്റ്റേൺ ഹാഫാണ് പാപ്പുവ ന്യൂഗിനിയയ്ക്കകത്ത് വരുന്നത്. പിന്നെ അഡ്ജസൻറ്റ് ഐലൻഡ് ഗ്രൂപ്പുകളും. സോ വൺ ഓഫ് ദ മോസ്റ്റ് ഡൈവേഴ്സ് ഡെമോഗ്രഫി ഉള്ള രാജ്യങ്ങളിലൊന്നു തന്നെയാണ്. നമ്മളാണെന്നുണ്ടെങ്കിൽ ഈ കൺട്രിയെ ചിലപ്പോൾ സുപരിചിതമായിരിക്കും. ക്രിക്കറ്റ് വേൾഡ് കപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ഇവരെ കാണാം. അപ്പം ഈ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഓസ്ട്രേലിയയുടെ മുകളിൽ നമ്മുടെ ഇക്വേറ്ററിൻ്റെ ഒക്കെ താഴെയായിട്ട് വരുന്ന ഒരു കൺട്രിയാണ്. ഇന്തോനേഷ്യയുമായിട്ടാണ് ലാൻഡ് ബോർഡർ ഉള്ളത്. ഇന്തോനേഷ്യയായിട്ട് മാത്രമേ ഉള്ളൂ. അഡ്ജസൻറ്റ് ടു ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയായിട്ട് മാരിടൈം ബോർഡറൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. സോ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. സോ ഇതെവിടെയാണ് എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. സോ വിത്ത് ദിസ് നമ്മുടെ ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിസ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.